ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ഇന്നലെ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും അതുപോലെ തന്നെ തെർമോഡൈനമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും ഗംഭീരമായി തന്നെ പഠിച്ചെടുത്തു. ഏകദേശം 3 മണിക്കൂർ 52 മിനിറ്റിന്റെ ലൈവായിരുന്നു ഇന്നലെ നടന്നത്. സോ അതിനകത്ത് എല്ലാ കൺസെപ്റ്റുകളും എല്ലാ ഡെറിവേഷൻസും അവസാന 5 വർഷത്തെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിച്ച് തകർത്തതാണ്. ആ ലൈവ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ആ ലൈവ് കാണണം. കാരണം ആ ലൈവ് കാണാതെ അതിനകത്തുനിന്നുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കൺസെപ്റ്റോറിയൽ ക്വസ്റ്റ്യൻസും ഒന്നും ഇവിടെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം പരമാവധി ചോദ്യങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്തു. അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോഡൽസ് ആണ് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതിനാൽ തന്നെ ആ ലൈവ് കാണാതെ ഇതിൽ ഒരു ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. ലൈവിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കയറി ലൈവ് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ലൈവിന് താഴെ കമൻറ്റ് ചെയ്യണം. അതൊന്നും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ മക്കളെ. സോ ആ ലൈവ് കണ്ടവരാണ് നിങ്ങളെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി അധികം ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളും ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആ ചോദ്യങ്ങളിൽ പലതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ അതിനകത്തുള്ള ചോദ്യങ്ങളും അതിന് പുറമേയുള്ള ചോദ്യങ്ങളും നമ്മൾ 0 to Hero എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ സീരീസിനകത്ത് ഡീൽ ചെയ്യുവാണ്. ഇവിടെ ഒരിക്കലും ഡെറിവേഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഡെറിവേഷൻസ് എല്ലാം നമ്മൾ ഇന്നലെ സെറ്റാക്കി മാറ്റി, എല്ലാ കൺസെപ്റ്റുകളും സെറ്റാക്കി മാറ്റി. അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ വളരെ ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്തരം ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ സീരീസിനകത്ത് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. സോ ആദ്യം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മുഴുവൻ മക്കളും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നില്ല, ഇത് റെക്കോർഡഡ് വീഡിയോ ആണ്. സോ റെക്കോർഡഡ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. റൈറ്റ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടിപൊളി വാട്സപ്പ് ചാനലുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റി അല്ല, വാട്സപ്പ് ചാനലുണ്ട്. അതിനകത്താണ് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ഫാക്കൽറ്റീസ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാട്സപ്പ് ചാനലാണ്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് കയറി ജോയിൻ ചെയ്യുക. എന്നിട്ട് വീഡിയോ കാണാൻ തുടങ്ങുക കേട്ടോ. ഫൈൻ. ഒട്ടും ലേറ്റ് ആക്കുന്നില്ല. ഇപ്പം തന്നെ പറഞ്ഞു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എങ്കിലും ഇനിയും ഞാൻ ലേറ്റ് ആക്കുന്നില്ല. ഓരോരോ ചോദ്യങ്ങളിലോട്ട് കിടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഞാൻ ഇന്നലെ നിങ്ങളെ പഠിപ്പിച്ച കാര്യമാണ്. എങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റിലോട്ട് മാറ്റുക, എങ്ങനെയാണ് സെൽഷ്യസിൽ നിന്ന് കെൽവിനിലോട്ട് മാറ്റുക. ആ പറയുന്ന ടെമ്പറേച്ചർ കൺവേർഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഇന്നലെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അതായത് 100 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ ഡിഗ്രി ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നാ ചോദ്യം. 100 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ ഡിഗ്രി ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ എത്രയാണ് എന്നതാണ് ചോദ്യം. നിസ്സാരമായി നമുക്ക് ക്രാക്ക് ചെയ്യാം. ആ ഫോർമുല നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് വേണം. ഇന്നലെ പഠിച്ച അന്തസ്സായ ഫോർമുലയാണ്. എന്താണ് മക്കളെ? C/100 ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 180. C/100 ഈക്വൽ ടു F-32 ഡിവൈഡ് ബൈ 180. അതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 100 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 180. മകളെ 100 ഡിവൈഡ് ബൈ 100 എത്രയാണ്? 1 അല്ലടാ. സോ എങ്ങനെ എഴുതാമെടാ? 1 ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 180. ഈ 180 ഇൻറ്റു 1 എത്രയാണ്? 180 ആണ്. സോ 180 ഈക്വൽ ടു F-32 എന്ന് വരും. സോ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ എത്രയാണ്? 180 പ്ലസ് 32 ആണ്. സോ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി ഇൻ ഫാരൻഹീറ്റ് ഈക്വൽ ടു 180 പ്ലസ് 32 എത്രയാണ് മക്കളെ? 212 ആണ്. സോ ഉത്തരം എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ആൻസർ ഈസ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഉറപ്പാണ് ഇത്തരമൊരു ചോദ്യം പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ ഇതിന് പുറമെ 2 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു, ശരിയല്ലേ? നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഫാരൻഹീറ്റിലായിരുന്നു, അതിനെ സെൽഷ്യസിലോട്ട് മാറ്റാനുള്ള ഒരു ചോദ്യം നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും ഏത് ടെമ്പറേച്ചറിനാണ് ഈക്വൽ വാല്യൂ എന്ന കാര്യവും നമ്മൾ പഠിച്ചായിരുന്നു. അത് -40 ആയിരുന്നു. അതും നമ്മൾ ഇന്നലത്തെ ലൈവിൽ സെറ്റാക്കി എടുത്തു. സോ അതിൻ്റെ കൂടെ ഈ പറയുന്ന ചോദ്യം കൂടി നിങ്ങൾ പഠിക്കണം. ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യം. അടുത്തത് നെക്സ്റ്റ് വൺ. നമ്മുടെ ലീനിയർ എക്സ്പാൻഷനും അതുപോലെ തന്നെ ഏരിയ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിൻ്റെ ഡെറിവേഷൻ ഇന്നലെ പഠിച്ചതാണ്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു ചോദ്യം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഇക്വേഷൻ എന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന കാര്യം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. കാരണം ലൈവ് കണ്ട ഒരു കുട്ടിക്ക് നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. സോ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഇക്വേഷൻ? ആൽഫ എൽ ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. പഠിപ്പിച്ച് തന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ബി ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ്
ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. ഇവയുടെ റേഷ്യോ എന്താണെന്ന് ചോദ്യം. ജസ്റ്റ് റേഷ്യോ മാത്രം പറഞ്ഞാൽ മതി. ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ ബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും 1:2:3. അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ചോദ്യമാണ്, പഠിക്കേണ്ടതാണ്. സോ ഇതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന 1:2:3 കിട്ടിയത് എന്ന ഡെറിവേഷൻ ഇന്നലെ വിശദമായി തന്നെ പഠിച്ചതാണ്. അത് നിങ്ങൾക്ക് അറിയണം. അത് 3 മാർക്കിനാണ് പരീക്ഷകളിൽ ചോദിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. റൈറ്റ്. അടുത്തത്, കുക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഉയർന്ന പ്രദേശങ്ങളിൽ, ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ പാചകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം എന്താണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ പ്രഷർ കുറവാണ്. പ്രഷർ കുറവാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ഇന്നലെ പഠിപ്പിച്ചെന്ന കാര്യമാണ്. സോ ബോയിലിംഗ് പോയിന്റ് കുറവാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കേണ്ട വെള്ളം ഒരു ഉദാഹരണത്തിന് 90 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും തിളയ്ക്കുക. 90 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളച്ചാൽ അരി വെന്ത് ചോറാവോടാ? പച്ചക്കറികളൊക്കെ വേവോടാ മക്കളെ? ഒരിക്കലുമില്ല. ഈ വസ്തുക്കളൊക്കെ പ്രോപ്പർലി വേവണമെങ്കിൽ, കുക്കാവണമെങ്കിൽ അത് 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വെള്ളം തിളയ്ക്കണം. ശരിയല്ലേ? സോ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കേണ്ട വെള്ളം 90 ഡിഗ്രി സെൽഷ്യസിലോ 95 ഡിഗ്രി സെൽഷ്യസിലോ തിളച്ചാൽ അരി വെന്ത് ചോറാവുകയില്ല. സോ അതിനകത്ത് തന്നെ 100 ഡിഗ്രി സെൽഷ്യസിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമുക്ക് ബോയിലിംഗ് പോയിന്റ് കൂട്ടുക? ബോയിലിംഗ് പോയിന്റ് എങ്ങനെ നമുക്ക് ഉയർത്തി 100 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാം? അതിനു വേണ്ടി നമുക്ക് എന്ത് കൂട്ടണം? പ്രഷർ കൂട്ടണം. സോ പ്രഷർ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? പ്രഷർ കുക്കറാണ് യൂസ് ചെയ്യുക. സോ അതിനാൽ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരുടെ സഹായമാണ് തേടുക? പ്രഷർ കുക്കറിൻ്റെ സഹായമാണ് തേടുക. പ്രഷർ കുക്കർ ഉപയോഗിച്ച് പ്രഷർ കൂട്ടുന്നു, അതുമൂലം ബോയിലിംഗ് പോയിന്റ് കൂട്ടുന്നു. അങ്ങനെയാണ് ഒരു പ്രോപ്പർ ടെമ്പറേച്ചറിൽ നമുക്ക് ബോയിൽ ചെയ്യാൻ സാധിക്കുക. സോ അത് വെച്ച് നമുക്ക് കുക്കിംഗ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇവിടെ ഞാൻ നൽകിയിട്ടുണ്ട്. കൺസെപ്റ്റ് മനസ്സിലായവർക്ക് ഈ എക്സ്പ്ലനേഷൻ്റെ പോലും ആവശ്യമില്ല. റൈറ്റ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് സബ്ലിമേഷൻ? റൈറ്റ് എനി 2 എക്സാമ്പിൾ ഓഫ് സബ്ലൈം മെറ്റീരിയൽ. എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ? അതൊരു ഫേസ് ചേഞ്ച് ആണ്. ഇല്ല മക്കളെ, നമുക്കറിയാം സോളിഡ് ഫേസിൽ നിന്ന് വേപ്പർ ഫേസിലോട്ടുള്ള ഫേസ് ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുക. സോളിഡ് വേപ്പറായി മാറുന്നതിനെയാണെന്ന് പറയുക സബ്ലിമേഷൻ എന്ന് പറയുക. സബ്ലൈം മെറ്റീരിയൽസിൽ ഉദാഹരണം ഏതൊക്കെയാണ് മക്കളെ? കർപ്പൂരം, ക്യാംഫർ, നാഫ്തലിൻ ടാബ്ലറ്റ്സ്, പാറ്റാ ഗുളിക, അല്ലെങ്കിൽ നാഫ്തലിൻ എന്ന് എഴുതിയാൽ മതി. നാഫ്തലിൻ ടാബ്ലറ്റ്സ്, പാറ്റാ ഗുളിക നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അതൊരു സബ്ലൈം മെറ്റീരിയൽ ആണ്. ഡ്രൈ ഐസ് അല്ലെങ്കിൽ സോളിഡ് CO2 അതൊരു സബ്ലൈം മെറ്റീരിയൽ ആണ്. എല്ലാവരും അറിഞ്ഞിരിക്കണം, എക്സാമ്പിൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ് സബ്ലിമേഷൻ എന്ന കാര്യവും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്. റൈറ്റ്. ഓക്കെ. അടുത്ത, കണ്ടക്ഷൻ ഈസ് ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ സോളിഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം സോളിഡ്സിനകത്ത് നടക്കുന്ന മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ. അതിന് പുറമെ വേറെയും കുറച്ച് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. കൺവെക്ഷനും അതുപോലെ തന്നെ റേഡിയേഷനും എല്ലാം നിങ്ങൾക്ക് അറിയണം കേട്ടോ. റൈറ്റ് ദ എക്സ്പ്രഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതുക. അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വിശദമായി തന്നെ പറഞ്ഞുതരാം. നമ്മൾ ആ കാര്യം പഠിച്ച കാര്യമാണ് ഇന്നലെ. അഥവാ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ H ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ K എന്ന് പറയുന്നത്. സോ KA ∆T ഡിവൈഡ് ബൈ L എന്ന് എഴുതാം. സോ K ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? HL ഡിവൈഡഡ് ബൈ A ∆T എന്ന് എഴുതാം. ശരിയല്ലേ? K ഈക്വൽ ടു HL ഡിവൈഡഡ് ബൈ A ∆T എന്ന് കിട്ടും. ഇതാണ് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ. ഇനി അതിൻ്റെ യൂണിറ്റിലോട്ട് കിടക്കുകയാണെങ്കിലോ, അതിൻ്റെ യൂണിറ്റിലോട്ട് കടന്നാൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂൾ പെർ സെക്കൻഡ് ആണ്. ലെങ്ത്തിൻ്റെ മീറ്റർ ആണ്. ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. ടെമ്പറേച്ചറിൻ്റെ കെൽവിൻ ആണ്. ഈ പറയുന്ന മീറ്ററും മീറ്റർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് യൂണിറ്റ് കിട്ടുക? ജൂൾ പെർ സെക്കൻഡ് മീറ്റർ കെൽവിൻ. അതല്ലെങ്കിൽ ജൂൾ സെക്കൻഡ് പവർ ഓഫ് -1 മീറ്റർ പവർ ഓഫ് -1 കെൽവിൻ പവർ ഓഫ് -1. എന്തായാലും നിങ്ങൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്താണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം വ്യക്തത വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻ. സോ നമ്മുടെ പാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുക്കിംഗ് പോട്ട്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൻ്റെ അടിഭാഗം കോപ്പർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടാവും. ശരിയല്ലേ? കുക്കിംഗ് പോട്ട്സിൻ്റെയൊക്കെ അടിഭാഗം കോപ്പർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടാകും. അതിന് കാരണം കോപ്പറിന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് കോപ്പർ കോട്ടിംഗ് നമ്മൾ കൊടുക്കുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയാൽ അവിടെ യൂണിഫോം ആയ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കും, പ്രോപ്പറായിട്ട് കുക്കിംഗ് അവിടെ നടക്കും. റൈറ്റ്. അടുത്ത ക്വസ്റ്റിനിലോട്ട് കിടക്കാം. എന്താണ് വാട്ടറിൻ്റെ അനോമലസ് ബിഹേവിയർ? വാട്ട് ഈസ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം എല്ലാ വസ്തുക്കളും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്യും, അതിൻ്റെ വോള്യം കൂടും. പക്ഷെ വെള്ളം അങ്ങനെയല്ല. വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഹീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
അപ് ടു 4 ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ വോള്യം കൂടുന്നതിന് പകരം അതിൻ്റെ വോള്യം കുറയുകയാണ് ചെയ്യുക. എന്നിട്ട് 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഹാസ് മിനിമം വോള്യം. വെള്ളത്തിൻ്റെ വോള്യം എത്രയായിരിക്കും? ഏറ്റവും മിനിമം ആയിരിക്കും. 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഹാസ് മിനിമം വോള്യം ആൻഡ് മാക്സിമം ഡെൻസിറ്റി. നമുക്കറിയാം വോള്യം ഈക്വൽ ടു ഡെൻസിറ്റി ഈക്വൽ ടു എന്താണ് മക്കളെ ഇക്വേഷൻ? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോള്യം ആണ്. സോ വോള്യം മിനിമം ആണെങ്കിൽ ഡെൻസിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. സോ വാട്ടറിനെ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഹീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ വോള്യം കൂടുന്നതിന് പകരം അതിൻ്റെ വോള്യം കുറയുകയാണ് ചെയ്യുക. എന്നിട്ട് വാട്ടർ അറ്റൈൻ മിനിമം വോള്യം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. എല്ലാവരും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഗ്രാഫും നിങ്ങൾക്കറിയണം. സോ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടറിന് മിനിമം വോള്യം ഉള്ളത്. അതേ ടെമ്പറേച്ചറിൽ തന്നെയാണ് വാട്ടറിന് മാക്സിമം ഡെൻസിറ്റിയും ഉള്ളത്. സോ അതിനുശേഷം പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോള്യം കൂടുകയാണ് ചെയ്യുക. പക്ഷേ 0 to 4 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു മാറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അപ്ലിക്കേഷനൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വാട്ടർ ബോഡീസ് മുകളിൽ നിന്ന് ഫ്രീസ് ചെയ്ത് താഴോട്ട് വരുന്നത്? അതിന് കാരണവും ഈ അനോമലസ് ബിഹേവിയർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഐസ് വെള്ളത്തിന് മുകളിൽ പാറിക്കിടക്കാനുള്ള കാരണവും ഈ അനോമലസ് ബിഹേവിയർ തന്നെയാണ്. എല്ലാവരും പഠിക്കേണ്ടതാണ് കേട്ടോ. റൈറ്റ്. അടുത്തത് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു സോളിഡ്. ലിക്വിഡിനെ സോളിഡായി മാറുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫ്രീസിംഗ് ആണ്. എല്ലാം നിങ്ങൾക്കറിയണം. ലിക്വിഡ് സോളിഡായി മാറുന്നതിനെ ഫ്രീസിംഗ് എന്നും സോളിഡ് ലിക്വിഡായി മാറുന്നതിനെ മെൽറ്റിംഗ് എന്നും വേപ്പർ ലിക്വിഡായി മാറുന്നതിനെ കണ്ടൻസേഷൻ എന്നും ലിക്വിഡ് വേപ്പറായി മാറുന്നതിനെ വേപ്പറൈസേഷൻ എന്നും സോളിഡ് വേപ്പറായി മാറുന്നതിനെ സബ്ലിമേഷൻ എന്നുമാണ് പറയുക. എല്ലാം എൻ്റെ മക്കൾ പഠിക്കുക. ഏതെങ്കിലും ഒന്ന് പരീക്ഷയിൽ ചോദിക്കും. ഇവിടെ നൽകിയിരിക്കുന്ന മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറഞ്ഞ മോഡ് ഏതാണ്? അത് കണ്ടക്ഷൻ ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവെക്ഷൻ ആണ്. എല്ലാം നിങ്ങൾക്കറിയണം. സണ്ണിൽ നിന്നുള്ള ഹീറ്റ് നമ്മളിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? സൂര്യനിൽ നിന്നുള്ള താപം നമ്മളിലോട്ട് എത്തുന്നത് ഏതിലൂടെയാണ്? റേഡിയേഷനിലൂടെയാണ് ആ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. കണ്ടക്ഷനും കൺവെക്ഷനും സ്ലോ പ്രോസസ്സാണ്. പക്ഷേ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയ ഒരു പ്രോസസ്സാണ്. റൈറ്റ്. ഓക്കെ. അടുത്തത് എമംഗ് ദ വേരിയസ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് വൺ ഈസ് ദ ഫാസ്റ്റസ്റ്റ്? ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ ഹീറ്റ് ട്രാൻസ്ഫർ മോഡ് ഏതാ മക്കളെ? അത് റേഡിയേഷൻ ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എന്താവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. റേഡിയേഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു മീഡിയം ആവശ്യമില്ല. പക്ഷേ കണ്ടക്ഷനും കൺവെക്ഷനും അവിടെ എന്ത് ആവശ്യമുണ്ട്? മീഡിയം ആവശ്യമുണ്ട്. കണ്ടക്ഷൻ നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. കൺവെക്ഷന് കാരണം ഡെൻസിറ്റി ഡിഫറൻസ് ആണ്. കാര്യങ്ങളെല്ലാം പഠിക്കണം. എല്ലാം ഇന്നലത്തെ ലൈവിൽ പഠിപ്പിച്ചു തന്നാണ് കേട്ടോ. റൈറ്റ്. അടുത്തത് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്സ് ഓഫ് എ സബ്സ്റ്റൻസ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഒരു സംശയമില്ല, അതിനെയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുക. അതിനെ വിളിക്കുന്ന പേര് മെൽറ്റിംഗ് പോയിന്റ് എന്നാണ്. മെൽറ്റിംഗ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ഫേസ് ആൻഡ് ലിക്വിഡ് ഫേസ് കോ എക്സിസ്റ്റിംഗ് തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ഫേസ് ആൻഡ് വേപ്പർ ഫേസ് കോ എക്സിസ്റ്റിംഗ് തെർമൽ ഇക്വിലിബ്രിയം. എല്ലാം ഇന്നലെ പഠിപ്പിച്ചതാണ്. കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തത് കേട്ടോ. അടുത്തത് 0.3 kilogram of ice melt completely by absorbing 10 raised to 5 joule of heat. Calculate latent heat of fusion. Latent heat of fusion ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ latent heat of fusion ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. LF ഈക്വൽ ടു എന്താണ്? Q/m ആണ്. ഇവിടെ ഹീറ്റ് നൽകിയിട്ടുണ്ട് 10 raised to 5 ആണ്. അതുപോലെ തന്നെ മാസ് നൽകിയിട്ടുണ്ട് 0.3 ആണ്. സോ latent heat of fusion എത്രയാണ്? 1 divided by 0.3 എന്ന് പറഞ്ഞാൽ 3.3 ആണ്. സോ 3.3 into 10 raised to 5 ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. 3.3 into 10 raised to 5 ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻ. ഐ തിങ്ക് 3.3 എന്നാണ്. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉറപ്പാണ്. 1 divided by 0.3. യെസ്, ഇറ്റ് ഈസ് 3.3 തന്നെയാണ്. സംശയം വേണ്ട. റൈറ്റ്. 3.33. ഫൈൻ. ഓക്കെ. അടുത്തത് വൈ ബേൺസ് ഫ്രം സ്റ്റീം ഈസ് യൂഷ്വലി മോർ സീരീസ് ദാൻ ദോസ് ഫ്രം ബോയിലിംഗ് ബോട്ടം. എന്തുകൊണ്ടാണ് തിളച്ച അല്ലെങ്കിൽ നീരാവി മൂലമുള്ള പൊള്ളൽ തിളച്ച വെള്ളം മേലെ വീഴുന്നതിനേക്കാളും കൂടുതൽ സിവിയർ ആയി മാറുന്നത്? അതിൻ്റെ കാരണം എന്താണ്? കാരണം സ്റ്റീമിനകത്ത് കൂടുതൽ ഹീറ്റ് അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നാണ് നമുക്കറിയുന്ന കാര്യം. സോ അതിനാൽ തന്നെ സ്റ്റീമിനകത്ത് തിളച്ച വെള്ളത്തിനേക്കാളും കൂടുതൽ ഹീറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പൊള്ളൽ കൂടുതൽ തീവ്രമായി മാറുന്നത് കേട്ടോ. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ തെർമോഡൈനമിക്സ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് കറസ്പോൺസ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കൺസർവേഷൻ ഓഫ് എനർജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി. അടുത്ത് ദ ഇൻക്രീസിംഗ് ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം വിച്ച് പ്രോസസ് ദ സിസ്റ്റം അണ്ടർഗോ. ഇൻക്രീസിംഗ് ഇന്റേണൽ എനർജി എന്തിന് ഈക്വലൻ്റ് ആണ്? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റത്തിന് ഈക്വലൻ്റ് ആണ്. സോ മൈനസ് ഡെൽറ്റ ഡബ്ല്യുക്ക് ഈക്വലൻ്റ് ആണ്.
എങ്കിൽ അവിടെ ഏത് പ്രോസസ്സാണ് നടന്നിരിക്കുക? സോ ഒരു സംശയം വേണ്ട, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആണ്. സോ ഇതെന്ത് പ്രോസസ്സാണ്? ഇതൊരു അഡയാബാറ്റിക് പ്രോസസ്സാണ്. അതിനകത്താണ് ഡെൽറ്റ ക്യൂ 0 അഥവാ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഒരിക്കലും സിസ്റ്റത്തിൽ നിന്ന് പുറത്തോട്ടോ സിസ്റ്റത്തിനകത്തോട്ടോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. ഹീറ്റ് ഫ്ലോ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽറ്റ ക്യൂ 0 ആണ്. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ് കേട്ടോ. ഫൈൻ. അടുത്തത് 100 joule of heat is added to the gaseous system. സോ ഇവിടെ ഹീറ്റ് എത്രയാണെന്ന് പറയുന്നു? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 100 joule. And its internal energy increases by 40 joule. സോ ഡെൽറ്റ യു ഈക്വൽ ടു 40 joule ആണ്. വർക്കാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. നിസ്സാരമായ കാര്യമല്ലേ, നമുക്കറിയാം. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. സോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ യു ആണ്. സോ ഈക്വൽ ടു 100 മൈനസ് എത്ര വരുവാടാ? 100 അല്ല, 110 ആണ് അല്ലേ? ഓക്കെ, 110 ആണെങ്കിൽ 110 എന്ന് തന്നെ എഴുതാം. 110. സോ 110 മൈനസ് 40 എന്ന് വരും. ശരിയല്ലേ? 110 മൈനസ് 40 എന്ന് വരും. വിച്ച് വിൽ ബി ഈക്വൽ എത്രയാണ്? 70 ജൂൾ. സോ വർക്ക് കണ്ടുപിടിച്ചു 70 ജൂൾ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കാം. ഇന്റേണൽ എനർജി ഓഫ് ദ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ് അപ്പോൺ. ഇന്റേണൽ എനർജി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ കൂടിയാൽ, നമ്മൾ ഇന്നലെ പഠിച്ച കാര്യമാണ്, ടെമ്പറേച്ചർ കൂടിയാൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ. അടുത്ത സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓൾറെഡി പറഞ്ഞാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എല്ലാവർക്കും അറിയാം. നമ്മൾ സിസ്റ്റത്തിലോട്ട് ഹീറ്റ് കൊടുത്താൽ അത് ഇന്റേണൽ എനർജി കൂട്ടാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുമാണ് ഉപയോഗിക്കുക. ഈ ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും പഠിക്കണം. അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? അത് നിങ്ങൾക്ക് പലർക്കും അറിയണമെന്നില്ല. അത് പുതിയൊരു ചോദ്യമായിട്ടായിരിക്കും പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുക. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ലിമിറ്റേഷൻസ്? 3 ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ് ഹീറ്റ് ചേഞ്ച് നടക്കുന്നത് എന്ന കാര്യത്തെ പറ്റി പറയുന്നില്ല. ഏത് ഡയറക്ഷനിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്ന കാര്യത്തെ പറ്റി ഫസ്റ്റ് ലോയ്ക്കകത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ എത്ര സമയം അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും എന്ന കാര്യത്തെ പറ്റി പറയുന്നില്ല. അതുപോലെ തന്നെ അടുത്ത കാര്യം, ഹീറ്റ് സോഴ്സിനെ പറ്റി പറയുന്നില്ല. ഹീറ്റ് സോഴ്സിനെ പറ്റിയും ആര് പറയുന്നില്ല? ഫസ്റ്റ് ലോയ്ക്കകത്ത് പറയുന്നില്ല. നോക്കടാ, ഏത് ഡയറക്ഷനിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്ന കാര്യം പറയുന്നില്ല. അതുപോലെ തന്നെ ഏത് എക്സ്റ്റെൻറ്റ് വരെയും അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും എന്ന കാര്യത്തെ പറ്റി പറയുന്നില്ല. അതുപോലെ തന്നെ ഹീറ്റ് സോഴ്സിനെ പറ്റി പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫൈൻ. അടുത്ത് എന്താണ് സൈക്ലിക് പ്രോസസ്സ്? അതുപോലെ തന്നെ സൈക്ലിക് പ്രോസസ്സിൽ ഇന്റേണൽ എനർജി എന്തായിരിക്കും? സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പെർട്ടിക്കുലർ പ്രഷർ, വോളിയം, ടെമ്പറേച്ചറിൽ നിന്ന് തുടങ്ങി ആ പ്രോസസ്സ് നടന്ന് വീണ്ടും അതേ സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചു വരുന്ന തെർമോഡൈനാമിക് പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? സൈക്ലിക് പ്രോസസ്സ് എന്നാണ് പറയുക. സൈക്ലിക് പ്രോസസ്സിനകത്ത് ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? അല്ലെങ്കിൽ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ സൈക്ലിക് പ്രോസസ്സിനകത്ത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇന്റേണൽ എനർജി ചേഞ്ച് അല്ലടാ യു ആണ്. സോ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കറിയാം, ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അതിനാൽ തന്നെ ഇന്റേണൽ എനർജിയുടെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതിനാൽ തന്നെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്നലെ പഠിപ്പിച്ച ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് വൺ, വർക്ക് 0 ആണ്, ഹീറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ എന്ത് മാറ്റമാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഡി ക്യു ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു എന്ന് പറയാം. ഡെൽറ്റയ്ക്ക് പകരം ഡി കൊടുത്താൽ വലിയ പ്രശ്നമില്ല. ഇവിടെ ഡി ഡബ്ല്യു ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഡി ക്യു എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഡി യുവും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഹീറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇന്റേണൽ എനർജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഈ ടേം 0 ആണെങ്കിൽ LHS ഈക്വൽ ടു RHS അല്ലേ? സോ ഡി ക്യു നെഗറ്റീവ് ആണെങ്കിൽ ഡി യുവും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മക്കളെ, ഇന്റേണൽ എനർജി ചേഞ്ച് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. ഇന്റേണൽ എനർജി ചേഞ്ച് നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ എന്താണ്? കുറയുകയാണ് ചെയ്യുക, ഡിക്രീസസ്. ഇന്റേണൽ എനർജി ചേഞ്ച് പോസിറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടി എന്ന് മനസ്സിലാക്കാം. ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എന്ന കാര്യം മനസ്സിലാക്കാം. ഓൾറെഡി പഠിപ്പിച്ചതാണ്, വീണ്ടും ഞാൻ പറയുന്നത് മാത്രം. റൈറ്റ്. അടുത്ത, കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ സ്റ്റീം പോയിന്റ് ആൻഡ് ഐസ് പോയിന്റ്. സ്റ്റീം പോയിന്റിനും ഐസ് പോയിന്റിനും ഇടയിൽ വർക്ക് ചെയ്യുന്ന കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ എപ്പോഴും
നമ്മൾ എപ്പോഴും ഹൈ ടെമ്പറേച്ചറിനെയാണ് T1 ആയിട്ട് എടുക്കുക. 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 100 പ്ലസ് 273 ദാറ്റ് ഈസ് ഈക്വൽ ടു 373 കെൽവിൻ. T2 എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിനെയാണ് എടുക്കുക, ദാറ്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. സോ 0 പ്ലസ് 273 വിച്ച് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ. നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഇക്വേഷൻ 1 മൈനസ് T2 ബൈ T1 ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് T2 എത്രയാണ് 273 ഡിവൈഡഡ് ബൈ 373 എന്ന് വരും. ക്ലിയർ അല്ലേ? വിച്ച് വിൽ ബി ഐ തിങ്ക് ആൻസർ വിൽ ബി ഈക്വൽ ടു 0.27 എന്ന് വരും. സോ എഫിഷ്യൻസി എത്ര എഴുതും? 27% ഓർ 28 സംതിങ് ആണ്. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ 27 ആണ് കിട്ടിയത്. സോ ആൻസർ വിൽ ബി ഈക്വൽ ടു 27%. എഫിഷ്യൻസി എപ്പോഴും പെർസെൻറ്റേജിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് തെർമോഡൈനാമിക് വേരിയബിൾ ഹൂസ് വാല്യൂ ഇസ് ഈക്വൽ ഫോർ 2 സിസ്റ്റം ഇൻ തെർമൽ ഇക്വിലിബ്രിയം. 2 സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവയുടെ ഏത് തെർമോഡൈനാമിക് വേരിയബിൾ ആയിരിക്കും ഈക്വൽ? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സോ 2 സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവയുടെ ഏത് തെർമോഡൈനാമിക് വേരിയബിൾ ആയിരിക്കും കോൺസ്റ്റന്റ്? ഒരു സംശയവും വേണ്ട, അത് ടെമ്പറേച്ചർ തന്നെയാണ്. സോ ടെമ്പറേച്ചർ ആയിരിക്കും രണ്ടിലും സെയിം ആയിരിക്കുക. സെറ്റ്. അടുത്തത് ഇതിൽ ഏതാണ് എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ്റ്റെൻസീവ് വേരിയബിൾ ഏതാണ്. മാസും വോളിയം ഒക്കെയാണ് എക്സ്റ്റെൻസീവ് വേരിയബിൾ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറയുക. സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിൾസിനെയാണ് ഇൻറ്റൻസീവ് വേരിയബിൾസ് എന്ന് പറയുക. ഉദാഹരണം ഇൻറ്റൻസീവ് വേരിയബിൾസിന് ഉദാഹരണം പ്രഷറും ടെമ്പറേച്ചറും ഒക്കെയാണ്. എക്സ്റ്റെൻസീവ് വേരിയബിൾസിന് ഉദാഹരണം മാസും വോളിയം ഒക്കെയാണ്. കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ്? നമുക്കറിയാം വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി ആണ്. ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ ഡെൽറ്റ വി എന്തായിരിക്കും? 0. ഡെൽറ്റ വി 0 ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും മക്കളെ? വർക്ക് വിൽ ബി ഈക്വൽ ടു 0. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അടുത്തത് ഇത് നമ്മുടെ സ്വന്തം പി വി ഡയഗ്രാമാണ്. കാർനോട്ട് സൈക്കിളിൻ്റെ പി വി ഡയഗ്രാമാണ്. സോ 4 തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? വിച്ച് ആർ ദ 4 തെർമോഡൈനാമിക് പ്രോസസ്സ്? ഏതൊക്കെയാണ് മക്കളെ? ഒന്നാമത്തെ ഐസോ തെർമൽ എക്സ്പാൻഷൻ ആണ്. രണ്ടാമത്തെ അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. മൂന്നാമത്തെ ഐസോ തെർമൽ കംപ്രഷൻ ആണ്. നാലാമത്തെ അഡയബാറ്റിക് കംപ്രഷൻ ആണ്. ഇതെല്ലാം നിങ്ങൾക്കറിയണം. സോ ഇതൊക്കെയാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്യുക, ലൈവിന് താഴെയും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന 0 to ഹീറോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ സീരീസ് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ് ആണ്, എത്രത്തോളം ഗംഭീരമായി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നു, എത്രത്തോളം കോൺഫിഡൻസ് നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും കൂടുന്നുണ്ട് എന്ന കാര്യം ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കുക. വർത്താണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും മക്കളെ. സോ ടേക്ക് കെയർ. ബൈ. അടുത്ത ചാപ്റ്ററുമായി കണ്ടുമുട്ടാം. ടാറ്റാ.